നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നോക്കണം. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ക്രോണിക് ടേക്കേഴ്സ് ആൻഡ് ക്രോണിക് ഗിവേഴ്സ്. നമ്മൾ ആദ്യത്തെ ക്രോണിക് ടേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്തും ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. അത് പൈസ മാത്രമല്ല കേട്ടോ, സ്നേഹമായാലും എന്തും വേറൊരാളിൽ നിന്ന് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ക്രോണിക് ഗിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സാധനം തിരിച്ച് എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഇങ്ങനെ നമ്മളെപ്പോലും ചിന്തിക്കാതെ മറ്റുള്ളവർക്കായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ പൈസയാകാം, സ്നേഹമാകാം, എന്തുമാകാം, നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും ക്രോണിക് ഗിവേഴ്സിന് അവരുടെ ലൈഫിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കത്തില്ല. കാരണം അവരിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, വാങ്ങാനായിട്ട് അടുത്തുള്ളവർ റെഡിയാണ്. നമ്മളെപ്പോഴും നടുക്ക് നിൽക്കുന്നവരായിരിക്കണം. കുറച്ചൊക്കെ കൊടുക്കുകയും കുറച്ചൊക്കെ വാങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റിയിലുള്ളവരായിരിക്കണം. ക്രോണിക് ഗിവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ ഈ ടേക്കേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നൊരു ഉത്തരം നമുക്ക് ലഭിക്കണം എന്നില്ല. എന്നാൽ ക്രോണിക് ടേക്കേഴ്സിന്, അതായത് ഈ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ആരുണ്ടാവും? ഈ ക്രോണിക് ഗിവേഴ്സ് ഉണ്ടാവും. എപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അങ്ങേ അറ്റവും ആകരുത്, ഇങ്ങേ അറ്റവും ആകരുത്. നമ്മളൊരു നടുക്ക് നിന്ന് പോകണം. നമ്മുടെ ജീവിതത്തിൽ കൊടുക്കൽ മാത്രമല്ല, വാങ്ങലും അത്യാവശ്യമാണ് അല്ലേ? പക്ഷേ ആ ജീവിതത്തിൽ ഇത് ഞാൻ കൊടുത്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഞാനിത് വാങ്ങിയാൽ ശരിയാകുമോ എന്ന ചിന്തയും കൂടി ഉണ്ടായിരിക്കണം എന്നാണ് ഫിലോസഫറായിട്ടുള്ള ഹെർമൻ ജഡേഴ്സ് എന്ന് പറഞ്ഞ ആൾ പറയുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ക്രോണിക് ടേക്കേഴ്സിനെയും ക്രോണിക് ഗിവേഴ്സിനെയും കുറിച്ചും പറഞ്ഞു തന്നിട്ടുള്ളത്. അയാൾ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയൊരു ക്രോണിക് ടേക്കറായിരുന്നു. എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആൾക്ക് തോന്നിയത് ഒരു പുസ്തകം എഴുതാമെന്ന് ആലോചിച്ച് പെട്ടെന്നുണ്ടായ ചിന്തയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തകൾ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ പക്ഷേ പുള്ളിക്ക് ബുക്കുകളൊന്നും എഴുതാനായിട്ടുള്ള ചിന്തകളൊന്നും വരുന്നില്ല. പതുക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും അദ്ദേഹം ക്രോണിക് ടേക്കേഴ്സ് ആൻഡ് ക്രോണിക് ഗിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ എഴുതുന്നത്. കാരണം എപ്പോഴും എന്നിട്ട് പുള്ളി പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ക്രോണിക് ടേക്കേഴ്സോ ക്രോണിക് ഗിവേഴ്സോ ആവരുത്. അതായത് അമിതമായിട്ട് കൊടുക്കുകയോ അമിതമായിട്ട് സ്വീകരിക്കുകയോ ചെയ്യരുത്. ഇതിനിടയ്ക്ക് നിങ്ങളൊന്ന് നിന്ന് ജീവിച്ചു നോക്കൂ. എങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ വരയ്ക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നിൽക്കുന്നത് എന്നാണ് ഹെർമൻ ജഡേഴ്സ് പറയുന്നത്. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്. നമ്മളെപ്പോഴും ആരായിരിക്കണം, ഏതിൻ്റെ ഇടയ്ക്കായിരിക്കണം എന്ന ചിന്ത നമ്മളിൽ തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. താങ്ക് യു.